ഹായ്, എൻ്റെ പേര് ഫർസീൻ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം ചെയ്ത 2 വീഡിയോ കാർസോൺ കാർ&ബൈക്ക് നടത്തുന്ന യൂസ്ഡ് കാർ എക്സ്ചേഞ്ച് മേളയിലായിരുന്നു. ഇന്ന് നമ്മൾ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് കുറേ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. കാർസോൺ കാർ&ബൈക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വെസ്റ്റിൽ ഭാഗത്ത് അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാം. നേരെ വീഡിയോയിലോട്ടേക്ക് പോകും. അപ്പോൾ നമ്മുടെ കൂടെ അതുലാണുള്ളത്. അതുലിന് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അതിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ആളാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പുതിയ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് അതിനോട് ചോദിച്ചറിയാം. ഓക്കെ, നമ്മളിപ്പം ഇന്ന് നമ്മുടെ അടുത്തുള്ള ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ എമേസ് ആണ്. എമേസ് 2020 മോഡൽ വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എമേസിൻ്റെ SCVT എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. എസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ. ഓക്കെ, ഇതിന് പിന്നെ സർവീസ് ഹിസ്റ്ററിങ് കാര്യങ്ങൾ എല്ലാം ആകെ ഇപ്പോൾ കറന്റ് ആകെ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ഹിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ എന്താണ്? തട്ടലും മുട്ടലും ഒന്നുമില്ല, നീറ്റ് വണ്ടി. ഇപ്പോൾ 2020 മോഡൽ വെഹിക്കിളാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എസ് വേരിയന്റ് ഓട്ടോമാറ്റിക്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,70,000 ആണ്. അത് നെഗോഷ്യബിൾ ആണ്. 7,70,000. അപ്പോൾ ഇതിന് എത്ര നമുക്ക് ലോണ് നമുക്ക് ഇതിന്റെ ഒരു 90% വരെ, ഏകദേശം ഒരു 90% വരെ നമുക്ക് 90% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 7,70,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ അടുത്ത വെഹിക്കിൾ ഹ്യുണ്ടായി വെർണയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. പറഞ്ഞോളൂ. 2018 മോഡൽ ഹ്യുണ്ടായി വെർണ SX. അതായത് SX എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് വരും. ആക്ച്വലി SX പ്ലസും ഉണ്ട്, SX പ്ലസ് ഓപ്ഷണലും ഉണ്ട്. അതിൽ സൺറൂഫ് ഒക്കെ വരും. നമുക്ക് സൺറൂഫും കാര്യങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബാക്കി എല്ലാ അലോയി എല്ലാം 1.6 ആണ് വണ്ടി വരുന്നത്. 1.6 ലിറ്റർ ആണ് വരുന്നത്. അതിൽ തന്നെ പെട്രോൾ വേരിയന്റ്. 1.6 എന്ന് പറയുമ്പോൾ ഓടിക്കാൻ തന്നെ നല്ല അത്യാവശ്യം ഡ്രൈവബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം പവറും ഉണ്ടാവും. ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ കൂടുതൽ വെഹിക്കിളാണ്. 1.6 ലിറ്റർ നല്ല പവറുള്ള എഞ്ചിനായിരിക്കും. പിന്നെ ഈ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ അത്ര ഓവറായിട്ട് മൈലേജ് ഒന്നും കിട്ടില്ല. നമുക്കൊരു 13 മുതൽ ഒരു 16 ഉണ്ടായാലും ഒരു 15 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്മൂത്ത് ആയിട്ട് എക്കണോമിക് ആയിട്ട് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 വരെ നമുക്ക് കിട്ടും. ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ്. ഡ്രൈവിംഗ് നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആ ഒരു ഡ്രൈവിംഗ് ക്രേസ് ഉള്ളവർ എന്തായാലും നോക്കി എടുക്കേണ്ട ഒരു കാറാണ്. ഇപ്പൊ നമ്മളെ വണ്ടി ആകെ നമുക്ക് ഓടിയിട്ടുള്ളത് 18,000 കിലോമീറ്റർ ആണ്. 18,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, 2018 മോഡൽ. ഓക്കെ, ഇതിന്റെ എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? എത്ര? നമ്മുടെ പ്രൈസ് വന്നിട്ട് 8,10,000 ആണ്. 8,10,000. നെഗോഷ്യബിൾ ആണല്ലോ. അപ്പൊ എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡൽ അത്യാവശ്യം 2018 ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 90% വരെ ഫണ്ടിങ്ങും ചെയ്യാൻ പറ്റും. 90% ലോൺ ഫണ്ടിങ്. നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു ബാക്കി ഒരു വെഹിക്കിൾ പ്രൈസ് നമുക്ക് നെഗോസിയേഷൻ ഒക്കെ കഴിച്ചിട്ട് ഒരു 90% ഫണ്ടിങ് ചെയ്യും. ബാലൻസ് കസ്റ്റമർ ഡൗൺ പേയ്മെന്റ് വെക്കാൻ പറ്റും. 2018 മോഡൽ വെർണയുടെ SX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8,10,000 ആണ്. നമുക്ക് 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വെഹിക്കിൾ ഹ്യുണ്ടായുടെ തന്നെ i20 എലീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. 2014 മോഡൽ എലൈറ്റ് i20 ആസ്റ്റയാണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ വന്നിട്ട് 68,000 ഓടിയിട്ടുണ്ട്. 68,000 ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നല്ല രീതിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ നീറ്റ് വണ്ടിയാണ്. ആക്സിഡന്റിലോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കാ വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ വാറണ്ടി ഒക്കെ എങ്ങനെയാണ്? നമുക്ക് 1 വർഷം വാറണ്ടി ഉണ്ടാവും. എഞ്ചിനും ഗിയർ ബോക്സും 1 ഇയർ വാറണ്ടിയിൽ നമുക്ക് കവേർഡ് ആവും. 1 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഇതിന്റെ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയാണ്? 5 lakhs ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 5 lakhs ആണ്. അപ്പോൾ അതിന് നമുക്ക് എത്ര ശതമാനം ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു 80 to 85% വരെ നമുക്ക് ലോൺ. അപ്പോൾ 2014 മോഡൽ ഹ്യുണ്ടായി i20 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം.
അടുത്ത വെഹിക്കിളും ഹ്യുണ്ടായിയുടെ i20 തന്നെയാണ്. പക്ഷേ ഇത് ആക്റ്റീവ് i20. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2015 മോഡല് ആക്റ്റീവ് i20 ആണ്. ആക്റ്റീവ് i20 എന്ന് പറയുമ്പോൾ നമ്മുടെ i20 എലൈറ്റ് i20 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ, അതായത് നമ്മുടെ കുറേ വണ്ടികൾക്ക് ക്രോസ് ഓവർ സെഗ്മെന്റ് വന്നിട്ടുണ്ട്. അതിൽ പെടുന്ന ഒരു വണ്ടിയാണ് ആക്റ്റീവ് i20. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താണ് വ്യത്യാസം വരുന്നത്? നമുക്ക് ക്ലാഡിങ് വരുന്നുണ്ട്, ഫുള്ളായിട്ട് വണ്ടി ചുറ്റായിട്ട് ക്ലാഡിങ് വരുന്നുണ്ട്, പിന്നെ റൂഫ് റെയിൽസ് വരുന്നുണ്ട്, പിന്നെ ബമ്പറിലും ഹെഡ്ലാമ്പ്സിലും വലിയ മാറ്റങ്ങളില്ല. ബമ്പറിലും പിന്നെ ഫോഗ് ലാമ്പ്സിലൊക്കെ കുറച്ച് ഡിഫറൻസ്, ലുക്സിലും ഉള്ളിൽ ഇന്റീരിയറിലും മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം ഈ ഒരു എഡീഷൻ ഇതെന്ന് പറയുമ്പോൾ ആക്റ്റീവ് 2015 SX ആണ്, അതായത് ഫുൾ ഓപ്ഷനിലെ വണ്ടിയിൽ. ഈ ഒരു വണ്ടിയിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്റീരിയർ ബ്ലാക്ക് ആണ്. ആ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഒരു പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇതിന്റെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ? ഫുൾ അവൈലബിൾ ആണ്. വാറണ്ടി എത്ര കൊടുക്കുന്നുണ്ട്? നമുക്ക് 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടി. ഓക്കെ. പിന്നെ എന്താണ് ചോദിക്കുന്ന പ്രൈസ്? നമ്മുടെ 5,20,000 ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആണ്. 5,20,000. അപ്പോൾ എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇതിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു 80% വരെ നമുക്ക് ലോൺ ചെയ്യാം. 80% ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല വൃത്തിയുള്ള നീറ്റ് വണ്ടിയാണ്. ഹ്യുണ്ടായി i20 ആക്റ്റീവ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ്. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,20,000. ഓക്കെ, അപ്പോൾ അടുത്ത വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ നെക്സോൺ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ചോദിച്ചറിയാൻ പറഞ്ഞു. 2021 മോഡല് ടാറ്റ നെക്സോൺ XZ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. XZ ഫുൾ ഓപ്ഷൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, കിലോമീറ്റർ എത്രയൊക്കെ ഓടി? കിലോമീറ്റർ ആക്ച്വലി ഇത് കുറച്ച് ഓടിയിട്ടുണ്ട്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 43,000 ഓടിയിട്ടുണ്ട്. 2021 വണ്ടിയാണ്. ഈ ഒരു 2 വർഷത്തിന്റെ ഉള്ളിലാകുമ്പോൾ തന്നെ 43,000 ഓടിയിട്ടുണ്ട്. ഇതിന് മൈലേജ് ഒക്കെ എത്ര? മൈലേജ് നമുക്കൊരു 13 മുതൽ ഒരു 15 വരെ മൈലേജ്. 13 മുതൽ 15 വരെ മൈലേജ് ഒക്കെ കിട്ടും. പിന്നെ എന്താണ്, നല്ല നീറ്റ് വണ്ടിയാണെന്ന് തോന്നുന്നു. നല്ല തട്ടലും സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ? ലോൺ നമുക്ക് വെഹിക്കിൾ പ്രൈസ് വന്നിട്ട് 8,50,000 ആണ്. അതിൽ തന്നെ നമുക്കൊരു 80 to 85% വരെ നമുക്ക് ലോൺ ചെയ്യാം. അത്യാവശ്യം നല്ല സിബിലും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ 2021 മോഡൽ ടാറ്റ നെക്സോൺ 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആളാണെങ്കിൽ. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8,50,000 ആണ്. അപ്പോൾ അടുത്ത വെഹിക്കിൾ ടാറ്റ ടിഗോർ ആണ്. നമുക്ക് ടിഗോർ ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. പറഞ്ഞു. 2017 മോഡല് ടാറ്റ ടിഗോർ AMT XT എന്ന് പറഞ്ഞ വേർഷനാണ്. AMT ഗിയർ ബോക്സ് ആണ്. XT എന്ന് പറഞ്ഞ വേർഷൻ അല്ലേ? അതായത് ഫുൾ ഓപ്ഷൻ്റെ താഴോട്ടേ 3ാമത്തെ വേർഷൻ. ഫുൾ ഓപ്ഷൻ്റെ മൂന്നാമത്തെ താഴത്തേക്ക് വരുമ്പോൾ 3ാമത്തെ ഓപ്ഷൻ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതിപ്പോൾ കറൻ്റ്ലി 70,000 ഓടിയിട്ടുണ്ട്. 70,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്താണ് ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ഒക്കെ? ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിക്കുന്ന പ്രൈസ്? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 4.5 ആണ്. അത് നെഗോഷ്യബിൾ ആണ്. 4.5 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ എങ്ങനെ ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ലോൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. പക്ഷേ ഒരു 75 to 80 വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 75 to 80 വരെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു നീറ്റ് വണ്ടിയാണ് ടാറ്റ ടിഗോർ. ഓട്ടോമാറ്റിക് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും നോക്കാം. AMT ആണ്. AMT ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു മൈലേജ് ഒക്കെ കിട്ടും. നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക്. അപ്പോൾ അടുത്ത വെഹിക്കിള് മാരുതി ബ്രസയാണ്. ബ്രസ നല്ല പുതിയൊരു വണ്ടിയാണ്. നമുക്ക് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. പറഞ്ഞോളൂ. 2020 മോഡല് വിറ്റാറ ബ്രസ ലോഞ്ച് ചെയ്തുകൊണ്ട് അതാണ് ഇപ്പോൾ വരുന്നത്.
ബ്രസ VXI ആണ് വണ്ടി. VXI ആണ് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ. അതിൽ ഇപ്പോൾ വണ്ടിക്ക് ആകെയുള്ളൊരു മൈന്യൂട്ട് ആയിട്ടുള്ളത് ഒരു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് ആയിട്ടുണ്ട് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് അല്ല, സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് ആയിട്ടുണ്ട്. വേറെ വണ്ടിക്ക് ആക്സിഡന്റിലോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 26,000 ഓടിയിട്ടുള്ളൂ. 2020 വണ്ടിയാണ്, പക്ഷേ 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ വാറണ്ടി ഒക്കെ എത്രയാണ്? വാറണ്ടി നമുക്ക് 2 ഇയർ വാറണ്ടി ഉണ്ട്. 2 ഇയർ വാറണ്ടി. 2 ഇയർ വാറണ്ടി. അത് നല്ലൊരു 2 ഇയർ അല്ലെങ്കിൽ 25,000 കിലോമീറ്റർ വരെയാണ് നമ്മുടെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഇയർ അല്ലെങ്കിൽ 25,000 കിലോമീറ്റേഴ്സ് വരെ. പിന്നെ ഇതിന് സർവീസ് ഹിസ്റ്ററിങ് എല്ലാം അവൈലബിൾ ആണല്ലേ. എന്താണ് അപ്പോൾ ചോദിക്കുന്ന പ്രൈസ്? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 8,70,000 ആണ്. അത് നെഗോഷ്യബിൾ ആണ്. 8,70,000. അപ്പോൾ നമുക്ക് ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 90% വരെ ചെയ്യാം. 90% വരെ ലോൺ ചെയ്യാം. അപ്പോൾ 2020 മോഡൽ മാരുതി ബ്രസ 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8,70,000. അടുത്ത വെഹിക്കിൾ എന്ന് പറയുന്നത് ഹോണ്ട ജാസ് ആണ്. ഇതൊരു MUV കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാം. ഹോണ്ട ജാസ് 2015 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ കറൻ്റ്ലി 50,000 കവർ ചെയ്തിട്ടുണ്ട്. 50,000 കവർ ചെയ്തിട്ടുണ്ട്. ജാസിൽ തന്നെ VMT എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ജാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ് ജാസ് വരുന്നത്. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണല്ലേ. അതിൽ തന്നെ ഈ ഒരു കാറ്റഗറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് വരുന്നത് ഹോണ്ട ജാസ്. സ്പേഷ്യസ് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ വളരെ ഒരു സ്പേഷ്യസ് വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണ് മൈലേജ് വരുന്നത്? മൈലേജ് നമുക്കൊരു 14 മുതൽ ഒരു 16 വരെ ആണ് ഹോണ്ട ജാസ്. 14 മുതൽ 16 വരെ മൈലേജ് കിട്ടും. അപ്പോൾ അതിൽ മേലെ കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. നമ്മുടെ ഒരു ആവറേജ് മൈലേജ് ആണ് നമ്മൾ പറയുന്നത്. ആവറേജ് മൈലേജ് ആണ്. ഓക്കെ. ഇതിന് സർവീസ് ഹിസ്റ്ററിങ് കാര്യങ്ങളെല്ലാം എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. എത്ര ശതമാനം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 75 to 80% വരെ നമുക്ക് ലോൺ ചെയ്യാം. 75 to 80% വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ചോദിക്കുന്ന പ്രൈസ്? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,45,000 ആണ്. നെഗോഷ്യബിൾ ആണ്. 5,45,000 അല്ലേ. അപ്പോൾ 2015 മോഡൽ ഹോണ്ട ജാസ് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,45,000. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാർസോൺ കാർ&ബൈക്കിനെ കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം.